Okay students, welcome back. നമ്മളുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഫൈനൈറ്റ് ഓട്ടോമാറ്റ. റെഗുലർ എക്സ്പ്രഷൻസിൻ്റെ പോലെ തന്നെ പാറ്റേൺ മാച്ചിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു സിംപ്ലസ്റ്റ് മെഷീനാണ് ഫൈനൈറ്റ് ഓട്ടോമാറ്റ. ഫൈനൈറ്റ് ഓട്ടോമാറ്റ നിങ്ങൾ തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻസിൽ പഠിച്ചതായിരിക്കും. ഇപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട്, ഫൈനൈറ്റ് ഓട്ടോമാറ്റ ഇസ് ദ സിംപ്ലസ്റ്റ് മെഷീൻ ടു റെക്കഗ്നൈസ് പാറ്റേൺസ്. നമ്മുടെ റെഗുലർ എക്സ്പ്രഷൻസ് എങ്ങനെയാണ് പാറ്റേൺ മാച്ചിങ് നടത്തുന്നത് അതുപോലെ തന്നെയാണ്, എന്നാൽ അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആയിരിക്കും എന്നുള്ളത് മാത്രമാണ് ഒരു ഡിഫറൻസ് വരുന്നുള്ളൂ. ഫൈനൈറ്റ് ഓട്ടോമാറ്റ കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ്: ക്യൂ, സിഗ്മ, സ്മോൾ ലെറ്റർ ക്യൂ, ക്യാപിറ്റൽ ലെറ്റർ എഫ് ആൻഡ് ഡെൽറ്റ, സ്മോൾ ലെറ്റർ ഡെൽറ്റ. ഇതോരോന്നും എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതെല്ലാം നിങ്ങൾക്കറിയാമായിരിക്കും, എങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകാം. ക്യാപിറ്റൽ ലെറ്റർ ക്യൂ എന്ന് പറയുന്നത് ഫൈനൈറ്റ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് ആണ്. സിഗ്മ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഇൻപുട്ട് സിംബൽസ് ആണ്. ക്യൂ ഇനീഷ്യൽ സ്റ്റേറ്റിനെ, സ്മോൾ ലെറ്റർ ക്യൂ ഇനീഷ്യൽ സ്റ്റേറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ക്യാപിറ്റൽ ലെറ്റർ എഫ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഫൈനൽ സ്റ്റേറ്റ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. സ്മോൾ ലെറ്റർ ഡെൽറ്റ ഒരു ട്രാൻസിഷൻ ഫംഗ്ഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഇനി ഫൈനൈറ്റ് ഓട്ടോമാറ്റ, ദീസ് ആർ എസെൻഷ്യലി ഗ്രാഫ്സ് ദാറ്റ് റെക്കഗ്നൈസസ് patterns. They simply say yes or no about each possible input string. Comes into two flavors: non-deterministic finite automata and deterministic finite automata. Non-deterministic finite automata have no restriction on the labels of their edges. The symbol can have several edges out of the same state, and epsilon, the empty string, is a possible label. Non-deterministic automata നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഓർമ്മയുണ്ടാവും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമാറ്റയുടെ പ്രത്യേകത എന്താണ്? അവിടെ ഒരേ സ്റ്റേറ്റിൽ നിന്നും ഒരേ സിംബൽസ് തന്നെ മൾട്ടിപ്പിൾ ന്യൂ സ്റ്റേറ്റിലേക്ക്, ഒന്നിൽ കൂടുതൽ ന്യൂ സ്റ്റേറ്റിലേക്ക് ട്രാൻസിഷൻ ചെയ്യുന്നതായിട്ട് കാണും. അതുപോലെ തന്നെ അതിൽ എപ്സലോൺ ട്രാൻസിഷൻസും പ്രസൻ്റ് ആയിരിക്കും. ഒരു സ്റ്റേറ്റിൽ നിന്ന് ഒരു എ എന്നുള്ള ഇൻപുട്ട് സിംബലിന് ബിയിലേക്കും അതുപോലെ തന്നെ സിയിലേക്കും ട്രാൻസിഷൻ പോസിബിൾ ആയിരിക്കും നോൺ ഡിറ്റർമിനിസ്റ്റിക് ഓട്ടോമാറ്റയിൽ, ഫൈനൈറ്റ് ഓട്ടോമാറ്റയിൽ. അതുപോലെ തന്നെ എയിൽ നിന്നും എപ്സലോൺ ഇൻപുട്ട് സിമ്പിൾ, അതായത് ഇൻപുട്ട് സിമ്പിൾ എം ടി ആണെങ്കിൽ പോലും ഒരു ട്രാൻസിഷൻ ഒരു ഡിയിലേക്ക് പോസിബിളാണ്. അപ്പോൾ ഇതിനെയാണ് നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമാറ്റ എന്ന് പറയുന്നത്. ഇത് വിത്ത് ഡയഗ്രാം ഒരു എക്സാമ്പിൾ നമുക്ക് നന്നായിട്ട് തന്നെ അനലൈസ് ചെയ്യാനുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ അപ്പോൾ എല്ലാം ക്ലിയർ ആവുന്നതാണ്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാമെന്നുള്ള രീതിയിലാണ് നമ്മളിത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുക മാത്രം ചെയ്യുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻസിൽ പഠിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ് ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമാറ്റ എന്ന് പറയുന്നത്, അവിടെ ഡിറ്റർമിനിസ്റ്റിക് ആണ്. ഒരു ഇൻപുട്ട് സിംബലിന് ഒരു സ്റ്റേറ്റിൽ നിന്നും ഒരു സിംഗിൾ ട്രാൻസിഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് 0 എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൽ നിന്നും എ എന്നുള്ളൊരു ഇൻപുട്ട് സിംബൽ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ബിയിലേക്ക് മാത്രമേ ട്രാൻസിഷൻ പോസിബിൾ ആവുള്ളൂ. അല്ലാതെ രണ്ട് എഡ്ജസ് കാണപ്പെടുകയില്ല. അങ്ങനെയാണെങ്കിൽ അത് നോൺ ഡിറ്റർമിനിസ്റ്റിക് ഓട്ടോമാറ്റയാണ്. ഡിറ്റർമിനിസ്റ്റിക് ഓട്ടോമാറ്റയിൽ ഒരു ഇൻപുട്ട് സിംബലിന് ഒരു സിംഗിൾ ട്രാൻസിഷൻ മാത്രമേ ഒരു സ്റ്റേറ്റിൽ നിന്നും പോസിബിൾ ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ എപ്സലോൺ ട്രാൻസിഷൻസ് കാണപ്പെടുകയും ഇല്ല. അപ്പോൾ എൻ എഫ് എനായാലും ഡി എഫ് എനായാലും ഒരു ട്രാൻസിഷൻ ഗ്രാഫ് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിലെ സ്റ്റേറ്റ്സിനെ നമ്മൾ ആ ഗ്രാഫിൽ നോഡ്സ് ആയിട്ടും ട്രാൻസിഷൻ ഫങ്ഷൻസിനെ ഇതുപോലെ ലാബൽഡ് എഡ്ജസ് ആയിട്ടും ആ ലാബൽസ് ഇൻപുട്ട് സിംബലായിട്ടും റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഒരു എ യൂണിയൻ ബി ഹോൾ സ്റ്റാർ എ ബി ബി എന്ന് പറയുന്ന ഈ ഒരു റെഗുലർ എക്സ്പ്രഷനെ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു നോൺ ഫൈനൈറ്റ് ഓട്ടോമാറ്റയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നോൺ ഫൈനൈറ്റ് ഓട്ടോമാറ്റ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇവിടെ 0 ആണ് ഫസ്റ്റ് സ്റ്റേറ്റ്. ഈ 0യിൽ നിന്നും എ എന്ന് പറയുന്ന ഇൻപുട്ട് സിംബൽ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് 0യിലേക്ക് തന്നെ ഒരു ട്രാൻസിഷൻ ഉണ്ട്. അതുപോലെ 1ലേക്കും ഒരു ട്രാൻസിഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഇത് നോൺ ഡിറ്റർമിനിസ്റ്റിക് ഓട്ടോമാറ്റ ആവുന്നത്. അതുപോലെ ഇവിടെ ഒരു ഇൻപുട്ട് സിംബലും ആക്സെപ്റ്റ് ചെയ്യാതെ തന്നെ ഇൻപുട്ട് സിംബൽ എം ടി ആയിക്കൊണ്ട് എപ്സലോൺ ട്രാൻസിഷൻസും പോസിബിൾ ആയിരിക്കും നോൺ ഡിറ്റർമിനിസ്റ്റിക് ഓട്ടോമാറ്റയിൽ. ഈ ഒരു എക്സാമ്പിൾ അത് കാണിച്ചിട്ടില്ല. ഇനി എൻ എഫ് എനെ നമുക്ക് ട്രാൻസിഷൻ ടേബിൾസ് കൊണ്ടും റെപ്രസെൻറ്റ് ചെയ്യാം. ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന ടേബിളാണ് ട്രാൻസിഷൻ ടേബിൾ എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ നേരത്തെ കണ്ട
ആ ഒരു ഗ്രാഫിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ട്രാൻസിഷൻ ടേബിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ് 0-യിൽ നിന്നും എ എന്നുള്ള ഇൻപുട്ട് സിമ്പൽ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് 0-യിലേക്കോ അല്ലെങ്കിൽ 1-ലേക്കോ അതിനൊരു സെറ്റായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആ രണ്ട് സ്റ്റേറ്റിലേക്കും ഒരു ട്രാൻസിഷൻ ഫംഗ്ഷൻ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ബി എന്നുള്ള ഇൻപുട്ട് സിമ്പലിന് കറസ്പോണ്ടിങ് ആയിട്ട് 0-യിലേക്ക് തന്നെ ഒരു ട്രാൻസിഷനാണ് ഇവിടെ പോസിബിൾ ആയിട്ടുള്ളത്. അതുപോലെ എപ്സിലോൺ സിമ്പൽ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ 5 ആണ്. 5 എന്ന് വെച്ചാൽ അവിടെ ട്രാൻസിഷൻസ് ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ഒരു NFAക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ട്രാൻസിഷൻ ടേബിൾ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ട്രാൻസിഷൻ ഗ്രാഫായിട്ടോ ട്രാൻസിഷൻ ടേബിളായിട്ടോ നമുക്കൊരു NFAനെയും DFAനെയും റെപ്രസെൻറ്റ് ചെയ്യാം. DFAനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്തുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് സെറ്റായിട്ട് ഇങ്ങനെ സ്റ്റേറ്റ്സ് കാണാൻ സാധിക്കില്ല. കാരണം എന്താണ്, ഒരു 0 എന്നുള്ള സ്റ്റേറ്റിൽ നിന്നും എക്ക് ഒരൊറ്റ ട്രാൻസിഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ സ്പെസിഫിക് ആയിട്ട് ഒരു സ്റ്റേറ്റ് നമ്പർ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് ആയിട്ട് കാണിക്കാറില്ല. ഇനി ഇവിടെ പറഞ്ഞു ഈ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഈ ഒരു റെഗുലർ എക്സ്പ്രഷനെ ഈ NFA ആക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അത് ആക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നത് എപ്പോഴാണ്, അതിൻ്റെ സ്റ്റാർട്ട് സ്റ്റേറ്റിൽ നിന്നും തന്നിരിക്കുന്ന ഒരു സ്ട്രിങ്, അതിൽ നിന്നും ഓരോ ക്യാരക്ടേഴ്സ്, ഓരോ ഇൻപുട്ട് സിമ്പൽ കൺസിഡർ ചെയ്തുകൊണ്ട് ഇതിൻ്റെ ട്രാൻസിഷൻ ഫങ്ഷൻസ് ഫൈനലി അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേറ്റിൽ എത്തുകയാണെങ്കിൽ, ഈ ഡബിൾ സർക്കിൾ ഇട്ടിരിക്കുന്നതാണ് ഫൈനൽ സ്റ്റേറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഈ ഒരു NFAൻ്റെ കേസിൽ ഇവിടെ സിംഗിൾ ഫൈനൽ സ്റ്റേറ്റ് മാത്രമാണ് പോസിബിൾ ആയിട്ടുള്ളത്. നമ്മൾ കണ്ടിട്ടുള്ള ഒരു NFAൻ്റെ ഡെഫിനിഷനിൽ ക്യാപിറ്റൽ ലെറ്റർ F ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനെയായിരുന്നു, സെറ്റ് ഓഫ് ഫൈനൽ സ്റ്റേറ്റ്സിനെയാണ്. അപ്പോൾ ഒരു NFAൻ്റെ കേസിൽ സെറ്റ് ഓഫ് ഫൈനൽ സ്റ്റേറ്റ്സ് പോസിബിൾ ആണ്. അതിലേതെങ്കിലും ഒരു ഫൈനൽ സ്റ്റേറ്റിലേക്ക്, ഏതെങ്കിലും ഒരു സെറ്റ് ഓഫ് ഫൈനൽ സ്റ്റേറ്റിലെ ഏതെങ്കിലും ഒരു ഫൈനൽ സ്റ്റേറ്റിലേക്ക് ട്രാൻസിഷൻ, ഒരു സ്ട്രിങ് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ട്രാൻസിഷൻസ് പോസിബിൾ ആണെങ്കിൽ, അതായത് നമ്മളൊരു ഇപ്പം ABB എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, 0-യിൽ നിന്നും A ആക്സെപ്റ്റ് ചെയ്യുന്നു, ABB ആണ് നമ്മുടെ സ്ട്രിങ് എന്നെടുക്കുക ഫോർ എക്സാമ്പിൾ. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, A നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റിലെത്തുന്നു, B ആക്സെപ്റ്റ് ചെയ്യുന്നു, B ഇൻപുട്ട് സിമ്പിൾ കൊടുക്കുന്നു, അത് സെക്കൻഡ് സ്റ്റേറ്റിലെത്തുന്നു, തേർഡ് ക്യാരക്ടർ B എടുക്കുന്നു, ഇവിടെ ഫൈനൽ സ്റ്റേറ്റിലേക്ക് എത്തുന്നു. ഇങ്ങനെ ഫൈനൽ സ്റ്റേറ്റിലേക്ക് ഒരു സ്ട്രിങ് എത്തുകയാണെങ്കിൽ അത് ആ പാറ്റേൺ മാച്ച് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതാണ്, അങ്ങനെ ഫൈനൽ സ്റ്റേറ്റിൽ എത്തുകയാണെങ്കിൽ ആ സ്ട്രിങ്ങിനെ ആ ഒരു ഓട്ടോമാറ്റ ആക്സെപ്റ്റ് ചെയ്തു എന്ന് പറയാം. An NFA accepts input string X if and only if there is some path in the transition graph from the start state to one of the accepting states such that the symbols along the path spells out X. ഇങ്ങനെ മാച്ച് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് സ്റ്റേറ്റിൽ നിന്നും ഫൈനൽ സ്റ്റേറ്റിലേക്ക് ഒരു പാത്ത് കണ്ടെത്താൻ പറ്റുന്ന എല്ലാ സ്ട്രിങ്സിൻ്റെയും ഒരു കളക്ഷനെ നമുക്ക് ആ NFA ആക്സെപ്റ്റ് ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറയാം. A language defined by NFA is the set of strings labeling some path from the start to an accepting state. We may use language of A to stand for the language accepted by the automaton A. ഇനി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ് ഡിറ്റർമിനിസ്റ്റിക് ഓട്ടോമാറ്റ വൈസ് നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമാറ്റ. Deterministic finite automata is a special case of NFA where there are no moves on input epsilon, and for each state S and input symbol A there is exactly one edge out of S labeled A. If we are using transition table to represent a DFA, then each entry is a single state. Curly braces not required. Every NFA can be converted to a DFA accepting the same language. It is the DFA, concrete algorithm for recognizing strings, that we really implement when building lexical analyzers. Lexical analyzer implement ചെയ്യുന്ന സമയത്ത് DFAs ആണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമാറ്റയിൽ നമ്മൾ പറഞ്ഞ പോലെ ആവശ്യമില്ലാത്ത കുറേ ട്രാൻസിഷൻസും കുറേ എപ്സിലോൺ ട്രാൻസിഷൻസും കുറേ മൾട്ടിപ്പിൾ സ്റ്റേറ്റിലേക്കുള്ള ട്രാൻസിഷൻസും ഒക്കെ ആയിട്ട് കുറേ കൺഫ്യൂഷൻ വരും, ആവശ്യമില്ലാത്ത കുറേ എക്സിക്യൂഷൻസ് അതിൽ വരും. അപ്പോൾ ഇതിനെയെല്ലാം കൂടെ മിനിമൈസ് ചെയ്തുകൊണ്ട് DFAയിലേക്ക് കൺവേർട്ട് ചെയ്ത് അതിൻ്റെ കറസ്പോണ്ടിങ് DFA ആണ് ലെക്സിക്കൽ അനലൈസേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് തരുന്നത് ഒരു കോൺക്രീറ്റ് അൽഗോരിതം ഫോർ റെക്കഗ്നൈസിങ് സ്ട്രിങ്സ് ആയിരിക്കും. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടിരുന്ന ആ ഒരു റെഗുലർ എക്സ്പ്രഷൻ
എ യൂണിയൻ ബി ഹോൾ സ്റ്റാർ എ ബി ബി എന്ന് പറയുന്ന സെയിം റെഗുലർ എക്സ്പ്രഷനെ ആക്സെപ്റ്റ് ചെയ്യുന്ന NFA നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ഇതിനെ തന്നെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു DFA ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മളുടെ 0 to 0 എന്ന് പറയുന്ന ഒരു A ട്രാൻസിഷൻ ഉണ്ടായിരുന്നു. അത് ഇവിടെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഒരു NFAനെ DFAയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. അപ്പോൾ ആ സെയിം പാറ്റേണിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു DFA ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ കൺവേർഷൻ ഓഫ് NFA ടു എ DFA. അപ്പോൾ NFAയിൽ ഒരു സെയിം ഇൻപുട്ട് സിമ്പിളിന് തന്നെ മൾട്ടിപ്പിൾ ട്രാൻസിഷൻസ് ഉണ്ടായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. മൾട്ടിപ്പിൾ സ്റ്റേറ്റ്സിലേക്കുള്ള ട്രാൻസിഷൻസ് ഉണ്ടായിരിക്കും, ലാബിൾഡ് ആരോസ് ഉണ്ടായിരിക്കും. ഇങ്ങനെ സെയിം ഇൻപുട്ട് സിമ്പിൾസ് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടുള്ള ട്രാൻസിഷൻ വഴി എത്താൻ പറ്റുന്ന എല്ലാ സ്റ്റേറ്റ്സിനെയും കളക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്സ് ആയി കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മളൊരു NFAനെ DFAയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. The idea behind the subset construction is that each state of the constructed DFA corresponds to a set of NFA states. DFAയിലുള്ള ഓരോ സ്റ്റേറ്റും റെപ്രസെൻ്റ് ചെയ്യുന്നത് NFAയിലുള്ള സെറ്റ് ഓഫ് സ്റ്റേറ്റ്സിനെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു NFAയിൽ ഒരു 0 എന്ന് പറയുന്ന സ്റ്റേറ്റ് ഉണ്ട്. അതിൽ നിന്നും A ട്രാൻസിഷൻ വഴി നമുക്ക് എത്താൻ പറ്റുന്ന ഒരു B ഉണ്ട്, A ട്രാൻസിഷൻ വഴി നമുക്ക് എത്താൻ പറ്റുന്ന ഒരു C ഉണ്ടെന്ന് വിചാരിക്കും. ഇത് ഈ എനെയും ബിനെയും കൂടെ എനെയും സിനെയും കൂടെ നമ്മളൊരു സെറ്റാക്കി മാറ്റുന്നു DFAയിൽ. അതിന് നമ്മളൊരു പേരിടുന്നു. ഇപ്പം ഫോർ എക്സാമ്പിൾ അതിന് നമ്മൾ 1 എന്നുള്ളൊരു സ്റ്റേറ്റ് ആയിട്ട് എടുക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെ DFAയിൽ ഉണ്ടാവുന്ന 1 എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി NFAയിലുള്ള 2 സ്റ്റേറ്റിൻ്റെ ഒരു കളക്ഷനാണ്. രണ്ടിനെയും കൂടെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് DFAയിൽ ഒരു സിംഗിൾ സ്റ്റേറ്റ് കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഐഡിയ യൂസ് ചെയ്തുകൊണ്ടാണ് ഓരോ NFAയും നമ്മൾ DFA ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അൽഗോരിതം ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ദ സബ്സെറ്റ് കൺസ്ട്രക്ഷൻ ഓഫ് എ DFA ഫ്രം ആൻ NFA. ഈ NFAയിലുള്ള സെറ്റ് ഓഫ് സ്റ്റേറ്റ്സിനെ അല്ലെങ്കിൽ NFA സ്റ്റേറ്റ്സിൻ്റെ ഒരു സബ്സെറ്റിനെയാണ് നമ്മൾ DFAയിലെ ഒരു സിംഗിൾ സ്റ്റേറ്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് എന്തായിരിക്കും? ഒരു NFA N ആയിരിക്കും. ഔട്ട്പുട്ട് എന്തായിരിക്കും? ഒരു DFA ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഈ Nന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു DFA, അതിനെ D എന്നുള്ള പേരിട്ട് വിളിക്കാം. DFA ആണ് ആക്സെപ്റ്റിംഗ് ദ സെയിം ലാംഗ്വേജ് ആസ് N ആക്സെപ്റ്റ് ചെയ്യുന്ന സെയിം ലാംഗ്വേജ് N ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമാറ്റൺ ആണ് നമുക്കിതിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടാൻ പോകുന്നത്. ഇനി ഇതിനായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്താണ്? കൺസ്ട്രക്ട് എ ട്രാൻസിഷൻ ടേബിൾ DTran ഫോർ D. ഒരു ട്രാൻസിഷൻ ടേബിൾ നമുക്കറിയാം, NFAനെ നമുക്ക് ട്രാൻസിഷൻ ടേബിൾ വെച്ച് റെപ്രസെൻ്റ് ചെയ്യാം. ആ ട്രാൻസിഷൻ ടേബിളിന് NFAനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ട്രാൻസിഷൻ ടേബിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമാറ്റൺ മാച്ച് ചെയ്യുന്ന, അതിൻ്റെ എല്ലാ കണ്ടീഷൻസും മീറ്റ് ചെയ്യുന്ന ഒരു ന്യൂ ട്രാൻസിഷൻ ടേബിളാണ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അതിനെയാണ് നമ്മൾ DTran എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇനി അതിലെന്തായിരിക്കും? ഈച്ച് സ്റ്റേറ്റ് ഓഫ് D ഈസ് എ സെറ്റ് ഓഫ് NFA സ്റ്റേറ്റ്സ് which will stand for all possible states of N that can be reached from the given state by accepting the same input alphabet. Nൽ നിന്നും സെയിം ഇൻപുട്ട് ആൽഫബറ്റ് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന എല്ലാ സ്റ്റേറ്റ്സിൻ്റെയും ഒരു കളക്ഷനെ ഒരു സിംഗിൾ സ്റ്റേറ്റ് ആയിട്ട് നമ്മളുടെ DTran എന്ന് പറയുന്ന ട്രാൻസിഷൻ ടേബിളിൽ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇനി ഇതിനോടൊപ്പം തന്നെ ശ്രദ്ധിക്കപ്പെടേണ്ട മറ്റൊരു പോയിൻ്റാണ് എപ്സിലോൺ ട്രാൻസിഷൻസ്. അപ്പോൾ ഒരു സെയിം ഇൻപുട്ട് സിമ്പിളിനെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് എത്താൻ പറ്റുന്ന എല്ലാ സ്റ്റേറ്റ്സിനെയും കളക്ട് ചെയ്യുന്നതോട് കൂടി തന്നെ അതിൽ നിന്നും ആ കളക്ട് ചെയ്യുന്ന കളക്ഷൻ ഓഫ് സ്റ്റേറ്റ്സിൽ നിന്നും NFAയിലുള്ള കളക്ഷൻ ഓഫ് സ്റ്റേറ്റ്സിൽ നിന്നും എപ്സിലോൺ ട്രാൻസിഷൻസ് ഉണ്ടെങ്കിൽ ആ എപ്സിലോൺ ട്രാൻസിഷൻസ് വഴി എത്തിപ്പെടാൻ പറ്റുന്ന ന്യൂ സ്റ്റേറ്റ്സിനെയും കൂടെ നമ്മൾ ഈ ഒരു സെയിം ഡിറ്റർമിനിസ്റ്റിക് ഓട്ടോമാറ്റണിൽ സ്റ്റേറ്റ് ആയിട്ട് എടുക്കുന്നു. എക്സാമ്പിൾ പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാവും. Here are some functions and their definitions. Assume S is a single state of N and T is a set of states of N. അപ്പോൾ എസ്സിന് എന്നിലെ ഒരു സിംഗിൾ സ്റ്റേറ്റ് ആയിട്ടും ടീന് സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് ആയിട്ടും എടുക്കുക. അങ്ങനെയാണെങ്കിൽ കുറച്ച്
ഫങ്ഷൻസ്, ഒരു DTran കൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ടുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഫങ്ഷൻസ് ആണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. അതിൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത് എപ്സിലോൺ ക്ലോഷർ ഓഫ് എസ്. എപ്സിലോൺ ക്ലോഷർ ഓഫ് എസ് എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ സെറ്റ് ഓഫ് NFA സ്റ്റേറ്റ്സ് റീച്ചബിൾ ഫ്രം NFA സ്റ്റേറ്റ് എസ് ഓൺ എപ്സിലോൺ ട്രാൻസിഷൻസ് അലോൺ. എസ് എന്ന് പറയുന്ന NFAയുടെ ഒരു സിംഗിൾ സ്റ്റേറ്റ്, എസ് എന്ന് പറയുന്നത് സിംഗിൾ സ്റ്റേറ്റ് ആണ്. എസ് എന്ന് പറയുന്ന ആ ഒരു സിംഗിൾ സ്റ്റേറ്റിൽ നിന്നും എപ്സിലോൺ ട്രാൻസിഷൻസ് വഴി നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ആ എല്ലാ സ്റ്റേറ്റ്സിനെയുമാണ് എപ്സിലോൺ ക്ലോഷർ ഓഫ് എസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ ഓൺ എസ് സ്റ്റേറ്റ് എസ്സിൽ നടത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? എസ് എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്നും എപ്സിലോൺ ട്രാൻസിഷൻസ് വഴി എത്താൻ പറ്റുന്ന എല്ലാ ന്യൂ സ്റ്റേറ്റ്സും ആയിരിക്കും. അതുപോലെ തന്നെ എപ്സിലോൺ ക്ലോഷർ ടി എന്ന് പറയുന്നത് ഇവിടെ ടി ഈസ് എ സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് ഓഫ് എൻ. ടി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് ആണ്. അപ്പോൾ സെറ്റ് ഓഫ് NFA സ്റ്റേറ്റ്സ് റീച്ചബിൾ ഫ്രം സം NFA സ്റ്റേറ്റ് എസ് ഇൻ ദ സെറ്റ് ടി ഓൺ എപ്സിലോൺ ട്രാൻസിഷൻസ് അലോൺ. അപ്പോൾ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ സെറ്റ് ഓഫ് സ്റ്റേറ്റ്സിനെയാണ് നമ്മൾ DTranലെ ഒരു സിംഗിൾ സ്റ്റേറ്റ് ആയിട്ട് അല്ലെങ്കിൽ DFAയിലെ ഒരു സിംഗിൾ സ്റ്റേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് ചെയ്യാൻ പോകുന്ന ഒരു ഓപ്പറേഷനാണ് എപ്സിലോൺ ക്ലോഷർ ഓഫ് ടി. അപ്പോൾ ടി എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് ആണ് എന്ന് പറയുമ്പോൾ DFAയിലെ ഒരു സിംഗിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് NFAയിലെ സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് ആണ്. അതിൽ നിന്നെല്ലാം എപ്സിലോൺ ക്ലോഷർ വഴി പോകാൻ പറ്റുന്ന എല്ലാ സ്റ്റേറ്റ്സിൻ്റെയും ഒരു സെറ്റ്. അതാണ് നമുക്ക് എപ്സിലോൺ ക്ലോഷർ ഓഫ് ടി തരുന്നത്. ഇനി നെക്സ്റ്റ് ഒരു ഓപ്പറേഷൻ ഉള്ളതാണ് മൂവ് ടി എ. സെറ്റ് ഓഫ് NFA സ്റ്റേറ്റ്സ് ടു which there is a transition on input symbol A from some state S in T. S എന്ന് പറയുന്ന ഒരു സിംഗിൾ സ്റ്റേറ്റിൽ നിന്നും A എന്ന് പറയുന്ന ഇൻപുട്ട് സിമ്പൽ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ചെന്നെത്താൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു ട്രാൻസിഷൻ നടത്താൻ പറ്റുന്ന എല്ലാ സ്റ്റേറ്റ്സിൻ്റെയും ഒരു കളക്ഷനെയാണ് നമുക്ക് മൂവ് ടി എ എന്നുള്ള ഈ ഒരു ഓപ്പറേഷൻ കൊണ്ട് കിട്ടുന്നത്. ടി എന്ന് പറയുന്നത് ഒരു കളക്ഷൻ ഓഫ് സ്റ്റേറ്റ് ആണ്, അതിൽ നിന്നുള്ള ഒരു എസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫോർ എക്സാമ്പിൾ S1, S2, S3 എന്നെല്ലാം നമുക്ക് ഈ ഒരു കളക്ഷനിലുള്ള മെമ്പേഴ്സായിട്ട് എടുക്കാം. ടിയിലുള്ള മെമ്പേഴ്സായിട്ട് എടുക്കുകയാണെങ്കിൽ സെറ്റ് ഓഫ് സ്റ്റേറ്റ്സിൽ S1 ഒരു സ്റ്റേറ്റ് ആണ്, S2 ഒരു സ്റ്റേറ്റ് ആണ്, S3 ഒരു സ്റ്റേറ്റ് ആണ്. അങ്ങനെ എടുക്കുകയാണെങ്കിൽ S1ൽ നിന്നും A എന്നുള്ള ട്രാൻസിഷൻ കൊണ്ട് നമുക്ക് എത്താൻ പറ്റുന്ന ഒന്ന്, അതിനെ കളക്ട് ചെയ്യുന്നു. അതുപോലെ S2ൽ നിന്നും A എന്ന ട്രാൻസിഷൻ കൊണ്ട് എത്താൻ പറ്റുന്ന ഒന്ന്, അതുപോലെ S3യിൽ നിന്നും, ഇങ്ങനെ കളക്ട് ചെയ്യുന്ന എല്ലാം കൂടിയാണ് നമുക്ക് മൂവ് ടി എ എന്ന് പറയുന്ന ഈ ഒരു ഓപ്പറേഷൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഓപ്പറേഷൻ നമുക്ക് കളക്ട് ചെയ്ത് തരുന്ന സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അൽഗോരിതമാണ്. അൽഗോരിതത്തിൽ എയിം കണ്ടു, ഇൻപുട്ട് കണ്ടു, ഔട്ട്പുട്ട് കണ്ടു, അതിൽ ഫോളോ ചെയ്യുന്ന മെത്തേഡ് കണ്ടു, അതിന് യൂസ് ചെയ്യുന്ന കുറച്ച് ഓപ്പറേഷൻസ് കണ്ടു. അതിൻ്റെ ബേസിസും ഇൻഡക്ഷനുമാണ് ഇനി വരുന്നത്. ബേസിസ് എന്താണ്? ബിഫോർ റീഡിംഗ് ദ ഫസ്റ്റ് ഇൻപുട്ട് സിമ്പൽ n can be in any of the state of epsilon closure S0 where S0 is its start state. നമ്മളുടെ ഇൻപുട്ട് കൊടുത്തിരിക്കുന്ന NFAയിൽ S ആണ്, S0 ആണ് സ്റ്റാർട്ട് സ്റ്റേറ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ S0 സ്റ്റാർട്ട് സ്റ്റേറ്റ് ആണെങ്കിൽ അതിൻ്റെ എപ്സിലോൺ ക്ലോഷർ എന്ന് പറയുമ്പോൾ S0യിൽ നിന്നും എപ്സിലോൺ ട്രാൻസിഷൻ വഴി എത്തിപ്പെടാൻ പറ്റുന്ന എല്ലാ സ്റ്റേറ്റ്സും ഇതിലേതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ആയിരിക്കാം നമ്മളുടെ NFA ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഓട്ടോമാറ്റ ഇപ്പോൾ ഇതിലേതെങ്കിലും ഒരു സ്റ്റേറ്റിലായിരിക്കാം എന്നുള്ള ഒരു ബേസിസിലാണ് നമ്മൾ ഈ അൽഗോരിതം അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നൗ വി കം ടു ദ ഇൻഡക്ഷൻ പാർട്ട്. Suppose n can be in set of state T. After reading input string X, അതായത് X എന്ന് പറയുന്ന ഇൻപുട്ട് സ്ട്രിങ്, ഫോർ എക്സാമ്പിൾ A, നമ്മളൊരു A ട്രാൻസിഷൻ, ദെൻ ഒരു A ട്രാൻസിഷൻ, ദെൻ B ട്രാൻസിഷൻ, ഇത്രയും കഴിഞ്ഞ് നമ്മൾ X എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് സ്ട്രിങ് റീഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് T ആണെങ്കിൽ, അതായത് ഈ ഒരു സ്ട്രിങ് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ആ NFAയിലൂടെ നമ്മൾ ട്രാവേഴ്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന
സ്റ്റേറ്റ്സിൻ്റെ കളക്ഷനാണ് ഇവിടെ ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത് എങ്കിൽ ഇഫ് ഇറ്റ് നെക്സ്റ്റ് റീഡ്സ് ഇൻപുട്ട് എ, അപ്പോൾ ആ ഒരു സ്റ്റേറ്റിൽ നിന്നും എ ബി കഴിഞ്ഞ് ഒരു എയും കൂടെ നമ്മൾ റീഡ് ചെയ്യുകയാണെങ്കിൽ ദെൻ n can immediately go to any of the state in move t a. ടി എന്ന് പറയുന്ന കളക്ഷൻ ഓഫ് സ്റ്റേറ്റ്സിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. എ ബി റീഡ് ചെയ്തുകൊണ്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന സ്റ്റേറ്റ്സിൻ്റെ കളക്ഷനാണ് ടി എന്ന് പറയുന്നത്. അതിലേക്ക് ഒരു എ വരികയാണെങ്കിൽ നെക്സ്റ്റ് ട്രാൻസിഷൻ നമുക്ക് തരുന്നത്. അപ്പോൾ NFA ആയതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ സ്റ്റേറ്റ് ആയിരിക്കില്ല, മൾട്ടിപ്പിൾ സ്റ്റേറ്റ്സ് ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ടാണ് മൂവ് ടി എ എന്ന് പറയുന്നത് നമുക്ക് നെക്സ്റ്റ് സ്റ്റേറ്റ്സ് തരും. അപ്പോൾ ഈ ഒരു ഫങ്ഷൻ നമുക്ക് തരുന്ന സെറ്റ് ഓഫ് സ്റ്റേറ്റ്സിലേക്കായിരിക്കും ഇനി നമ്മളുടെ ട്രാൻസിഷൻ പോകുന്നത്. ഹവർ ആഫ്റ്റർ റീഡിങ് എ ഇറ്റ് മേ ആൾസോ മേക്ക് സെവറൽ എപ്സിലോൺ ട്രാൻസിഷൻസ്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന സ്ട്രിങ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു, അതിനുശേഷം ഒരു എ കിട്ടി, എനെയും ഇൻപുട്ട് സിമ്പിൾ കൊടുത്തു, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാൻസിഷനും വന്നു കഴിഞ്ഞാൽ ആ കിട്ടിയ ഒരു ന്യൂ സ്റ്റേറ്റ്, ആ സ്റ്റേറ്റിൽ നിന്നും എപ്സിലോൺ ട്രാൻസിഷൻസ് ഉണ്ടായിരിക്കാം. Thus, n could be in any state of epsilon closure move ta. ഇപ്പോൾ എപ്സിലോൺ ക്ലോഷർ മൂവ് ടി എന്ന് പറയുമ്പോൾ നമുക്ക് ന്യൂ സ്റ്റേറ്റ് കിട്ടി, അതിൽ നിന്നും പോയി എത്തിപ്പെടാൻ പറ്റുന്ന എല്ലാ ന്യൂ സ്റ്റേറ്റ്സ്, എപ്സിലോൺ ട്രാൻസിഷൻ വഴി എത്തിപ്പെടാൻ പറ്റുന്ന എല്ലാത്തിനെയും, അതാണ് എപ്സിലോൺ ക്ലോഷർ മൂവ് ടി എ ആഫ്റ്റർ റീഡിങ് ഇൻപുട്ട് എക്സ് എ. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഈ ഒരു സ്ട്രിങ് അതിൻ്റെ കൂടെ ഒരു എയും കൂടെ റീഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നത് എവിടെയായിരിക്കും? എപ്സിലോൺ ക്ലോഷർ മൂവ് ടി എ ആയിരിക്കും. ബൈ ഫോളോയിങ് ദിസ് ഐഡിയ വി ക്യാൻ കൺസ്ട്രക്ട് ദ സെറ്റ് ഓഫ് ഡി സ്റ്റേറ്റ്സ്. നമ്മളുടെ ഡി എന്ന് പറയുന്നത് ഡി എഫ് എ സ്റ്റേറ്റ്സിൽ നമുക്ക് ഡി എഫ് എ സ്റ്റേറ്റ്സിനെ ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ്സ് ട്രാൻസിഷൻ ഫംഗ്ഷൻ ഡി ട്രാൻ. ഇത് രണ്ടും കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അൽഗോരിതത്തിൻ്റെ എയിം. ദ ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റ്സ് ഓഫ് ഡി ആർ all those sets of n states that include at least one accepting state of n. അപ്പോൾ നമ്മൾ ഡി സ്റ്റേറ്റ്സും ഡി ട്രാനും കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ ഡി സ്റ്റേറ്റും ഒരു കളക്ഷൻ ഓഫ് NFA സ്റ്റേറ്റ്സ് ആയിട്ടാണ് കിട്ടുന്നത്. ആ കളക്ഷനിൽ ഒരു സിംഗിൾ ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റെങ്കിലും, NFAയുടെ ഒരു സിംഗിൾ ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റെങ്കിലും മെമ്പറായിട്ട് വരുന്ന ഡി സ്റ്റേറ്റ്, അതിനെയാണ് നമ്മൾ ഇതിൻ്റെ ഫൈനൽ ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അൽഗോരിതം പറയുമ്പോൾ ചെറിയ കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും, അത് നമ്മളൊരു കൺസെപ്റ്റിൽ പറയുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇനി അതിൻ്റെ ഒരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓരോന്നും നടക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അൽഗോരിതം വെച്ച് കമ്പയർ ചെയ്ത് നോക്കുക, അപ്പോൾ ക്ലിയർ ആവും. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. NFA accepting A union B whole star ABB from which we are constructing equivalent DFA is shown below. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട ഒരു റെഗുലർ എക്സ്പ്രഷൻ തന്നെയാണ് ഇവിടെ തന്നിരിക്കുന്നത്, എങ്കിൽ പോലും NFA ഡിഫറെൻ്റ് ആണ്. അതാണ് ഈ NFAൻ്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നോക്കുക, നിങ്ങൾ നേരത്തെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു NFA സെയിം ലാംഗ്വേജ് ആണ് ഇവിടെയും തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ സെയിം റെഗുലർ എക്സ്പ്രഷനാണ് തന്നിരിക്കുന്നത്. പക്ഷേ NFA കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്, ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഒരേ റെഗുലർ എക്സ്പ്രഷന് തന്നെ NFA നമുക്ക്, അല്ലെങ്കിൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, ഇങ്ങനെ ട്രാൻസിഷൻ ഗ്രാഫ് നമുക്ക് മൾട്ടിപ്പിൾ വേയിൽ വരയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ DFAയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതോടുകൂടി അതിൻ്റെ മിനിമലൈസേഷനാണ് നടക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു സിംഗിൾ വേയിൽ മാത്രമേ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള DFA നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഷോർട്ടസ്റ്റ് വേയിൽ ഈ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ മാച്ചിങ് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് DFAസിലേക്ക് നമ്മൾ എത്തിപ്പെടാനുള്ള കാരണവും. അതുതന്നെയാണ് ലെക്സിക്കൽ അനാലിസിസിന് വേണ്ടി DFAs ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഉള്ള കാരണം. അപ്പോൾ ഇനി നമുക്ക് ഈ NFAയിലുള്ള ഓരോ സ്റ്റേറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട്, അല്ലെങ്കിൽ ഈ NFAക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു DFA കൺസ്ട്രക്ട് ചെയ്യണം. അതിൽ ഓരോ ഡി സ്റ്റേറ്റും കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ അതിനുള്ള ഒരു വേ, അതിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഓപ്പറേഷൻസ് എല്ലാം നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. നോക്കുക, സ്റ്റാർട്ട് സ്റ്റേറ്റ് ഓഫ് NFA ഈസ് 0. ദെർഫോർ സ്റ്റാർട്ട് സ്റ്റേറ്റ് A ഓഫ് ഇക്വലൻ്റ് DFA ഈസ് എപ്സിലോൺ ക്ലോഷർ ഓഫ് 0.
ൻ്റെ എപ്സിലോൺ ക്ലോഷർ, എപ്സിലോൺ ട്രാൻസിഷൻ വഴി എത്തിപ്പെടാൻ പറ്റുന്ന എല്ലാ സ്റ്റേറ്റ്സിനെയും നമുക്ക് നമ്മളുടെ DFAയുടെ സ്റ്റാർട്ട് സ്റ്റേറ്റ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് സ്റ്റേറ്റ് 0 ആണ്, പക്ഷേ DFAയുടെ സ്റ്റാർട്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് 0. പിന്നെ എപ്സിലോൺ ക്ലോഷർ എന്ന് പറയുമ്പോൾ എപ്സിലോൺ ട്രാൻസിഷൻ വഴി എത്തിപ്പെടാൻ പറ്റുന്ന എല്ലാ ട്രാൻസിഷൻസും. അപ്പോൾ 0, പിന്നെ 0യിൽ നിന്നും എപ്സിലോൺ ട്രാൻസിഷൻ വഴി 1-ലെത്താം, അപ്പോൾ 1. അതുപോലെ തന്നെ 0യിൽ നിന്ന് എപ്സിലോൺ ട്രാൻസിഷൻ വഴി 7-ലേക്ക് എത്താം, അപ്പോൾ 7. ദെൻ 1 എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളുടെ DFAയിലുള്ള സ്റ്റാർട്ട് സ്റ്റേറ്റ് ആണ്. 0, 1, 7 നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി 1-ൽ നിന്നും എത്താൻ പറ്റുന്ന എപ്സിലോൺ ട്രാൻസിഷൻ 2-ലേക്ക് എത്താം, 4-ലേക്ക് എത്താം. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ DFAയുടെ സ്റ്റാർട്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. 0, 1, 2, 4, 7. അപ്പോൾ ഇത്രയും സ്റ്റേറ്റ്സ് ഒന്നുകൂടെ ശ്രദ്ധിക്കുക. 0 എന്നുള്ളതാണ് NFAയുടെ സ്റ്റാർട്ട് സ്റ്റേറ്റ്. അതിൽ നിന്നുള്ള എപ്സിലോൺ ക്ലോഷർ എന്ന് പറയുന്നത് 1, 7. അതുപോലെ 1 എന്നുള്ളതിൽ നിന്നും എത്താൻ പറ്റുന്ന 2, 4. ഇനി 7-ൽ നിന്ന് എപ്സിലോൺ ട്രാൻസിഷൻസ് ഇല്ലാത്തത് കൊണ്ടാണ്, ഉണ്ടായിരുന്നെങ്കിൽ അതും കൂടെ ഇൻക്ലൂഡഡ് ആയേനെ. ഇനി 2-ൽ നിന്നൊരു എപ്സിലോൺ ട്രാൻസിഷൻ ഉണ്ടായിരുന്നെങ്കിലോ, അപ്പോൾ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തേനെ സ്റ്റാർട്ട് സ്റ്റേറ്റിൽ തന്നെ. ഇവിടെ അങ്ങനെ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇതിവിടെ എൻഡ് ആയത്. അപ്പോൾ ശ്രദ്ധിക്കുക, A എന്ന് പറയുന്നത് നമ്മുടെ DFAയിലെ സ്റ്റാർട്ട് സ്റ്റേറ്റ് ആണ്. അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള NFA സെറ്റ്സിനെയാണ് കാണിച്ചിരിക്കുന്നത് 0, 1, 2, 4, 7. ഈ ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ ബേസിസിൽ പറഞ്ഞിരിക്കുന്നത് എപ്സിലോൺ ക്ലോഷർ ഓഫ് NFA സ്റ്റാർട്ട് സ്റ്റേറ്റ്. അതിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ നിന്നായിരിക്കാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് നമ്മുടെ അൽഗോരിതത്തിൻ്റെ ബേസിസ്. ദ ഇൻപുട്ട് ആൽഫബറ്റ് ഈസ് AB. Now mark A and compute. DTran AA equal to epsilon closure move A and DTran AB equal to epsilon closure move AB. അപ്പോൾ നമുക്ക് DTran ട്രാൻസിഷൻ ടേബിൾ ഫോർ DFA ആണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് സ്റ്റേറ്റ് കിട്ടിക്കഴിഞ്ഞു. ഇനി എയും ബിയും ആണ്. അത് നമുക്കറിയാം, ഇവിടെ തന്നിരിക്കുന്നത് വെച്ചിട്ടും ഈ ഒരു റെഗുലർ എക്സ്പ്രഷൻ വെച്ചിട്ടും നമുക്കറിയാം പോസിബിൾ ഇൻപുട്ട് സിമ്പിൾസ് എന്ന് പറയുന്നത് എയും ബിയും മാത്രമാണ്. അപ്പോൾ അതിൽ നിന്നും ഓരോന്നും കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് ട്രാൻസിഷൻ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു കളക്ഷനെ നമ്മൾ സ്റ്റാർട്ട് സ്റ്റേറ്റ്സിൻ്റെ ഒരു കളക്ഷനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ A എന്നുള്ള പേരിട്ട് വിളിച്ചിരിക്കുന്നു. അതാണ് DFAയിലെ സ്റ്റാർട്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആ സ്റ്റേറ്റിലെ ആ സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് നമ്മൾ നേരത്തെ കണ്ട Tക്ക് പകരമായിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റിൽ നിന്നും A എന്നുള്ള ഇൻപുട്ട് സിമ്പിൾ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് എത്തിപ്പെടാൻ പറ്റുന്ന സ്റ്റേറ്റ്സിനെയാണ് നമുക്ക് മൂവ് A എന്നുള്ള ഈ ഒരു ഫംഗ്ഷൻ തരുന്നത്. അതിൻ്റെ എപ്സിലോൺ ക്ലോഷർ, അത് തരുന്ന എല്ലാ സ്റ്റേറ്റ്സിൽ നിന്നും എപ്സിലോൺ ട്രാൻസിഷൻ വഴി എത്തിപ്പെടാൻ പറ്റുന്ന സ്റ്റേറ്റ്സിനെയും കൂടെ അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അതിനെയാണ് നമ്മൾ നെക്സ്റ്റ് ട്രാൻസിഷൻ ടേബിളിൽ എൻട്രി കൊടുക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ B എന്നുള്ള ഇൻപുട്ട് സിമ്പിളിനെയും കൺസിഡർ ചെയ്യുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള NFA സ്റ്റേറ്റ്സ് കളക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് എൻട്രീസ് കൊടുത്തിരിക്കുന്നത് നോക്കാം. ഇതാണ് നമ്മളുടെ DTran എന്ന് പറയുന്ന ട്രാൻസിഷൻ. അപ്പോൾ NFA സ്റ്റേറ്റ് ഫസ്റ്റ് നമുക്ക് കിട്ടിയത് A ആണ്. എയിൽ നിന്നും സ്മോൾ ലെറ്റർ A ഇൻപുട്ട് സിമ്പിൾ A ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് B ട്രാൻസിഷനിലേക്ക് പോകാം, അതുപോലെ സിയിലേക്കും പോകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്കിവിടെ നോക്കാം. അപ്പോൾ among states 0, 1, 2, 4, 7 only 2 and 7 has transitions on A. അപ്പോൾ 0, 1, 2, 4, 7 ഇതാണ് നമ്മളുടെ സ്റ്റാർട്ട് സ്റ്റേറ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും A എന്ന് പറയുന്ന ട്രാൻസിഷൻ, A ലേബൽഡ് ട്രാൻസിഷൻസ് ഇവിടെ 2നും 4നും ഇവിടെ 2നും 7നും മാത്രമേ ഉള്ളൂ. അപ്പോൾ A എന്നുള്ള ഇൻപുട്ട് സിമ്പിൾ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ സ്റ്റാർട്ട് സ്റ്റേറ്റിൽ നിന്നും എത്തിപ്പെടാൻ പറ്റുന്ന സ്റ്റാർട്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് 0, 1, 2, 4, 7 ഇതിൽ നിന്നും A എന്നുള്ള ഇൻപുട്ട് സിമ്പിൾ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് എത്തിപ്പെടാൻ പറ്റുന്ന രണ്ട് സ്റ്റേറ്റ്സ് ആണ് 3യും 8ും. അപ്പോൾ അതിന് നമുക്ക് ആ ഒരു കളക്ഷനെയാണ് നമ്മൾ B എന്നുള്ള പേരിട്ട്
കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മൂവ് എ എന്ന് പറയുന്നത് 3 8 കിട്ടുന്നു. ഇനി അതിൻ്റെ എപ്സിലോൺ ക്ലോഷർ എന്ന് പറയുന്നത് 3ൽ നിന്നും 8ൽ നിന്നും എപ്സിലോൺ ട്രാൻസിഷൻ വഴി എത്തിപ്പെടാൻ പറ്റുന്ന സ്റ്റേറ്റ്സിൻ്റെ കളക്ഷൻ. അപ്പോൾ എങ്ങോട്ടൊക്കെ എത്തിപ്പെടാൻ പറ്റും? ഇവിടെ 3ൽ നിന്ന് നമുക്ക് 6ലേക്ക് എത്താം, 6ൽ നിന്ന് എപ്സിലോൺ ട്രാൻസിഷൻ വഴി 7ലേക്ക് എത്താം, ഇനി 6ൽ നിന്നും തിരിച്ച് 1ലേക്ക് എത്താം, 1ൽ നിന്ന് എപ്സിലോൺ ട്രാൻസിഷൻ വഴി 2ലേക്ക് എത്താം, 4ലേക്ക് എത്താം. അപ്പോൾ എന്തെല്ലാം വന്നു അതിൽ? ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. 2ൽ നിന്നും എ ട്രാൻസിഷൻ വഴി 3ലേക്ക് വന്നു. 3ൻ്റെ എപ്സിലോൺ ക്ലോഷർ എടുക്കുമ്പോൾ 6 വരുന്നു, 7 വരുന്നു, ദെൻ 1 വരുന്നു, 2 വരുന്നു, 4 വരുന്നു. അപ്പോൾ ഇത്രയും നമുക്ക് 2ൽ നിന്നും എ ട്രാൻസിഷൻ വഴി എത്താൻ പറ്റുന്ന, അതായത് 2ൽ നിന്നും എ ട്രാൻസിഷൻ വഴി എത്താൻ പറ്റുന്ന 3ൽ നിന്നുള്ള 3യുടെ എപ്സിലോൺ ക്ലോഷറാണ്. അപ്പോൾ അതിനെയെല്ലാം നമ്മൾ ന്യൂ സ്റ്റേറ്റിലേക്ക് എടുത്തേ പറ്റൂ. ഇനി 7ൽ നിന്നും 8ലേക്ക് മാത്രം തന്നെ ട്രാൻസിഷൻ ഉള്ളൂ, അവിടെ കോംപ്ലിക്കേഷൻസ് ഒന്നും വരുന്നില്ല. അപ്പോൾ അത്രയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്ന എപ്സിലോൺ ക്ലോഷർ ഓഫ് 3 and 8. 1 2 3 4 6 7 8 ഇത്രയും നമ്മൾ ഒരു സിംഗിൾ സ്റ്റേറ്റ് ആയിട്ട് എടുത്തു. ഇതിനെയാണ് ബി എന്ന് പേരിട്ടിരിക്കുന്നത്, DFAയിലെ ബി. ഇനി നമുക്ക് DTran A B കാണാം. അപ്പോൾ എപ്സിലോൺ ക്ലോഷർ നമുക്ക് ബി എന്നുള്ള ഇൻപുട്ട് സിമ്പൽ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് സ്റ്റേറ്റിൽ നിന്നും വരുന്നത് ഒരു 4ൽ നിന്നും 5ലേക്കുള്ള ട്രാൻസിഷനാണ്. അപ്പോൾ മൂവ് എ ബി വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ ഒരു ട്രാൻസിഷനാണ്. അത് മാത്രമേ ഉള്ളൂ. നമ്മുടെ സ്റ്റാർട്ട് സ്റ്റേറ്റ് ആയ 0 1 2 3 7 അതിൽ നിന്ന് നമുക്ക് ബി എന്നുള്ള ഇൻപുട്ട് സിമ്പൽ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു ട്രാൻസിഷൻ മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് കിട്ടുന്നത് 5 ആണ്. എന്നാൽ 5ൻ്റെ എപ്സിലോൺ ക്ലോഷർ കൂടി കൺസിഡർ ചെയ്യുമ്പോഴോ 6 വരുന്നു, 7 വരുന്നു, പിന്നെ 1 വരുന്നു, 4 വരുന്നു, 2 വരുന്നു. അപ്പോൾ ഇത്രയും വരുന്നു. അപ്പോൾ ഇതിനെല്ലാം കൂടെ കളക്ട് ചെയ്ത് നമ്മളൊരു സി എന്നുള്ള പേരിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1 2 4 5 6 7. അപ്പോൾ ഇത്രയും വരുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന 2 ന്യൂ സ്റ്റേറ്റ്സ് ആണ് ബിയും സിയും. ഈ ബിയും സിയും നമ്മളിവിടെ എൻട്രി കൊടുത്തു കഴിഞ്ഞു. അതിൻ്റെ കറസ്പോണ്ടിങ് NFA സ്റ്റേറ്റ്സിൻ്റെ കളക്ഷൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി മാത്രമാണ്. നമുക്ക് DTran എന്ന് പറയുന്നത് ഇത്ര മാത്രമാണ് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. NFAക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള DFAയുടെ കൺസ്ട്രക്ഷനിൽ നമുക്ക് വരുന്ന ട്രാൻസിഷൻ ടേബിൾ ഇത്ര മാത്രമാണ് വരുന്നത്. ഇത് ജസ്റ്റ് അണ്ടർസ്റ്റാൻഡബിലിറ്റിക്ക് വേണ്ടി മാത്രം കൊടുത്തിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് 2 ന്യൂ സ്റ്റേറ്റ്സ് കിട്ടിയിരിക്കുന്നു. ഇനി ഈ ബിയിൽ നിന്നും എയും ബിയും ഇൻപുട്ട് സിമ്പിൾസ് ആയിട്ട് വരുമ്പോൾ എന്തൊക്കെ സ്റ്റേറ്റിലേക്ക് എത്താൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ ബിയിൽ നിന്നും എ എന്നുള്ള ഇൻപുട്ട് സിമ്പിൾ വരുമ്പോൾ നമുക്ക് വീണ്ടും ബിയിലേക്ക് തന്നെയാണ് എത്താൻ പറ്റുന്നത് എന്നാണ് ട്രാൻസിഷൻ ടേബിൾ പറയുന്നത്. ബി എന്ന് പറയുന്നത് 1 2 3 4 5 ഇല്ല, 1 2 3 4 6 7 8 ആണ്. ഇതിൽ ഈ സ്റ്റേറ്റുകളിലേക്ക് ബി എന്നുള്ള ട്രാൻസിഷൻ കൊടുത്തു കഴിയുമ്പോൾ ബിയിലേക്ക് തന്നെ വരുന്നു എന്ന് പറയാൻ ഇതിലേതിലേക്കെങ്കിലും ഒന്നിലേക്ക് റിപ്പീറ്റ് ചെയ്ത് വന്നാൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ എപ്സിലോൺ ക്ലോഷർ വഴി വന്നാൽ മതി. അപ്പോൾ ഇവിടെ നോക്കുക, 5 എന്ന് പറയുന്നത് ബിയിലുള്ള ഒരു സ്റ്റേറ്റ് ആണ്. അതിൽ നമ്മൾ എപ്സിലോൺ ക്ലോഷർ വഴി 6ലേക്ക് പോകുന്നു, ദെൻ 1ലേക്ക് വരുന്നു, 1ൽ നിന്ന് 4ലേക്ക് വരുന്നു. 4 എന്ന് പറയുന്നത് നമുക്ക് ബിയിലുള്ള ഒരു സ്റ്റേറ്റ് ആണ്. 4 സ്റ്റേറ്റിൽ വീണ്ടും ബി ഇൻപുട്ട് വരുമ്പോൾ വീണ്ടും 5ലേക്ക്, അതായത് ബിയിലേക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ എപ്സിലോൺ ക്ലോഷറും മൂവ് ഓപ്പറേഷനും ചെക്ക് ചെയ്തുകൊണ്ട് പെർഫോം ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ട്രാൻസിഷൻ ടേബിൾ കൺസ്ട്രക്റ്റ് ചെയ്യാം. ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു DFA ഡ്രോ ചെയ്യുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്ത് പോകുമ്പോൾ ഫൈനലി നമുക്ക് കിട്ടുന്നൊരു സ്റ്റേറ്റ് ആണ് ഇ എന്ന് പറയുന്നത്. ഈ ഇ എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് 10 എന്ന് പറയുന്ന നമ്മളുടെ NFAയുടെ ഫൈനൽ സ്റ്റേറ്റ് ഉള്ളത്. അതുകൊണ്ട് ഇ ആണ് നമ്മളുടെ DFAയുടെ ഫൈനൽ ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. നോക്കുക, നമ്മളുടെ ഈ ഒരു NFAയിൽ ഒരു ഫൈനൽ ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ, അത് 10 ആണ്. അപ്പോൾ അത് മെമ്പറായിട്ട് വരുന്ന ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നതാണ് നമുക്ക് DFA കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ ഒരു ഇ എന്ന് പറയുന്ന സ്റ്റേറ്റ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് ഓഫ് DFA. ഇനി ആ ഒരു ട്രാൻസിഷൻ ടേബിളിൽ
നോക്കിക്കൊണ്ട് ഈ ഡി ട്രാൻ എന്ന് പറയുന്ന ട്രാൻസിഷൻ ടേബിളിൽ നോക്കിക്കൊണ്ട് വരച്ചിരിക്കുന്ന ഒരു NFAക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെയിം ലാംഗ്വേജ് ആക്സെപ്റ്റ് ചെയ്യുന്ന, സെയിം പാറ്റേൺ ആക്സെപ്റ്റ് ചെയ്യുന്ന, ആ സെയിം റെഗുലർ എക്സ്പ്രഷൻ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു DFA ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് സിമ്പിളായിട്ട് നമുക്ക് ആ ഒരു ടേബിൾ നോക്കിക്കൊണ്ട് വരയ്ക്കാൻ പറ്റുന്നതാണ്. A ആണ് നമ്മുടെ സ്റ്റാർട്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. Aയിൽ നിന്നും A ഇൻപുട്ട് വരുമ്പോൾ Bയിലേക്കും B ഇൻപുട്ട് വരുമ്പോൾ Cയിലേക്കും പോകുന്നു. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാൻസിഷൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. Cയും Bയും. അതുപോലെ Cയിൽ നിന്നും B ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമുക്ക് Cയിലേക്ക് തന്നെയാണ് വരുന്നത്. Bയിൽ നിന്നും A ഇൻപുട്ട് കൊടുക്കുമ്പോൾ അതിലേക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ Bയിൽ നിന്നും A ട്രാൻസിഷന് ഒരൊറ്റ ഒന്നേ ഉള്ളൂ, അത് Bയിലേക്ക് തന്നെയാണ്. എന്നാൽ B ട്രാൻസിഷൻ ആണെങ്കിലോ Dയിലേക്ക് മാത്രമേ ഉള്ളൂ. അല്ലാതെ കൺഫ്യൂസിങ് ആയിട്ടൊന്നുമില്ല. ഇവിടെ ഒന്ന് ലാബിൽ ചെയ്യാൻ വിട്ടിട്ടുണ്ട്. ഇതൊരു A ട്രാൻസിഷനാണ്. ഇവിടെ ഒരു സിംഗിൾ B ട്രാൻസിഷനേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു NFAക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള DFA കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം.